ഹായ്, നമസ്കാരം. ഇന്ന് ഞാനൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു മായ കണ്ണാടി, ഛായാമുഖി പറഞ്ഞിട്ടൊരു മായ കണ്ണാടിയെ പറ്റിയിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോണത്. അതെന്താ വെച്ചാൽ ആ കണ്ണാടി വന്നിട്ട് അതിൽ നോക്കുമ്പോൾ നമ്മുടെ രൂപമല്ല കാണുക, പകരം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുക സ്നേഹിക്കുകയും ചെയ്യണ ആളുടെ രൂപമാണത്രേ അതിൽ കാണുക. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യമായിട്ട് ഹിഡുമ്പി വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഭീമസേനന് കൊണ്ടുപോയി പാരിതോഷികമായിട്ട് കൊടുക്കുകയാണ്. തൻ്റെ മുഖം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് കൊടുക്കുന്നത്. പക്ഷേ അവർ ഭീമസേനൻ നോക്കുമ്പോൾ അതിൽ കാണുന്ന രൂപം ദ്രൗപദിയുടെ ആയിരിക്കും. അപ്പോൾ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഹിഡുമ്പി തിരിച്ചു പോവുകയാണ്, വനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സാധാരണമായിട്ട് ആ കണ്ണാടി ഭീമസേനൻ ആർക്ക് കൊണ്ട് കൊടുക്കും? അത് ദ്രൗപദിക്ക് കൊണ്ട് കൊടുത്തു. ദ്രൗപദി നോക്കുമ്പോൾ തന്നെയല്ല കാണാമെന്ന് ഭീമസേനന് നല്ല ഉറപ്പുണ്ട്. കാരണം ദ്രൗപദി ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം അർജുനനെയാണ് കൂടുതലെന്ന് നല്ലപോലെ അറിയാം ഭീമസേനെ. എന്നാലും ഭീമസേന ഒന്ന് എത്തി നോക്കുന്നുണ്ട് ആരുടെ മുഖമെന്ന്. അപ്പോൾ അർജുനൻ്റെ മുഖം കാണും. പക്ഷേ ഭീമസേന വന്നിട്ട് ഭീമസേൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദ്രൗപദി. അപ്പോൾ ഭീമസേന ദ്രൗപദിയുടെ കയ്യിൽ ആ കണ്ണാടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ അജ്ഞാതവാസകാലത്ത് പോകുമ്പോൾ, അജ്ഞാതവാസകാലത്ത് വിരാട രാജ്യത്തിലത്തെ പരിചാരികയായിട്ട് രാജ്ഞിയുടെ പരിചാരികയായിട്ട് ദ്രൗപദിയും പാചകക്കാരനായിട്ട് ഭീമസേനനും, വിരാട രാജ്യത്തിൽ പാചകക്കാരനായിട്ട് ഭീമസേനനും കൂടി താമസിക്കുകയാണ്. അപ്പോൾ അവിടെ കാണിച്ചു കൊടുക്കും ഈ കണ്ണാടി, ആ രാജ്ഞിക്ക് കാണിച്ചു കൊടുക്കും, വിരാട രാജ്ഞിക്ക് ദ്രൗപദി. അപ്പോൾ അതിൽ കാണുന്ന രൂപം എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെയും രൂപമല്ല, രാജാവിൻ്റെ രൂപമല്ല കേട്ടോ. റാണി നോക്കുമ്പോൾ കാണുന്നത് ഒരു സേനാനായകൻ, യുവാവായൊരു സേനാനായകൻ്റെ പടം. അത് കഴിഞ്ഞിട്ട് ആ കണ്ണാടി കീചകൻ വന്നിട്ട് വിരാട രാജ്ഞിയുടെ ആങ്ങളെയാണ്. അപ്പോൾ കീചകൻ എന്ത് ചെയ്യുമെച്ചാൽ കീചകൻ വന്ന് നോക്കും, കീചകന് വന്ന് കണ്ണാടി കാണിച്ചു കൊടുക്കും. ഈ രാജ്ഞി കാണിച്ചു കൊടുക്കുമ്പോൾ പറയും ഇങ്ങനെയാണെന്ന്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കീചകൻ നോക്കുമ്പോൾ ആരെയും കാണില്ല, ഒരു രൂപം അതിൽ കാണില്ല. അപ്പോൾ കീചകന് വല്ലാത്ത സങ്കടം തോന്നും. കാരണം ഞാൻ എത്രയോ പേരെ പ്രണയിച്ചിട്ടുണ്ട്, എത്രയോ സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലാതെയും ഒന്നും എനിക്ക് ആരോടും സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ ഇത്രയും നിർവികാരനാണോ എന്നൊക്കെ തോന്നി സങ്കടം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കീചകൻ ദ്രൗപദിയെ കാണുന്നത്. ദ്രൗപദിയെ കാണുമ്പോൾ വല്ലാതെ ഇഷ്ടം തോന്നും, അവളോട് ആഗ്രഹം പറയും. പക്ഷേ അവൾ സാധാരണ പരിചാരികയെ പോലെ അല്ലാന്ന് കീചകന് മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും ആഗ്രഹങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് ദ്രൗപദി ഭീമസേനനോട് പറയണത്. അപ്പോൾ ഭീമസേനൻ പറയേണ്ടത് നീ രാത്രി വരാൻ പറയൂ, റൂമിലേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് ദ്രൗപദിയുടെ വേഷത്തിൽ ഭീമൻ റൂമിനകത്തിരിക്കുകയാണ്. കീചകൻ വരുമ്പോൾ പിന്നെയും ഈ കണ്ണാടി കാണും. ആ കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടി മുഖം വന്നിട്ട് ദ്രൗപദിയുടെ മുഖം കാണും അത്രേ കീചകൻ നോക്കുമ്പോൾ. അപ്പോൾ കീചകന് സന്തോഷമാവും, കാരണം ഞാനും പ്രണയിക്കുന്നുണ്ട്, എനിക്കും ആ ഒരു ഇതുണ്ട് എന്നുള്ള മാതിരി. അപ്പോൾ ഭീമന് വല്ലാതെ ദേഷ്യം വരും, ദ്രൗപദിയുടെ മുഖമാണ് കാണണമെന്ന് കാണുമ്പോൾ. അവർ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് യുദ്ധത്തിൽ കീചകനെ കൊല്ലുകയാണ്. കീചകൻ മരിക്കും. കീചകൻ്റെ കയ്യിൽ നിന്നും ഭീമൻ്റെ കയ്യിൽ നിന്നും ആ കണ്ണാടി വീണ് പൊട്ടും. ഇതാണ് കണ്ണാടിയെ പറ്റിയിട്ടുള്ള കഥ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഥയിൽ ആ കണ്ണാടി പൊട്ടിയില്ലായിരുന്നു, ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ പലരും കാണുമ്പോൾ പലരെയും അവർ ആ കണ്ണാടിയിൽ കാണുക നമ്മൾ വിചാരിച്ച മരുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഓരോ കുടുംബങ്ങളിലും എന്തൊക്കെ നടക്കുമോ ആവോ, ആർക്കാ അറിയാമല്ലേ.